ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ കിഡ്സിന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പാസ്ത റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. പാസ്ത തയ്യാറാക്കാനായിട്ട് 1 കപ്പ് പാസ്ത നമ്മൾ എടുക്കണം. 250 ml കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ഹാഫ് സവാള കട്ട് ചെയ്തിട്ട് ചെറുതായി അരിഞ്ഞ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2-3 ചെറിയ അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഈ സവാളയും വെളുത്തുള്ളിയും ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സെയിം പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിലായിരിക്കണം, ബട്ടർ കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. മൈദ ചേർത്ത് നല്ല കട്ടയില്ലാതെ ഇളക്കി കൊടുക്കണം. മൈദ മാവിൻ്റെ റോ സ്മെല്ല് മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കട്ട കെട്ടാതെ ശ്രദ്ധിക്കണം. നമുക്കൊരു ക്രീമി ടെക്സ്ചറാണ് ഇതിന് വേണ്ടത്. നമുക്കത് കിട്ടുന്നവരെ കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. മൊത്തം 1/4 കപ്പ് പാലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കുറുകി വരുന്നവരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഇതിന് പകരം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് കുരുമുളക് പൊടി മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള നല്ല വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാസ്ത 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസ് ഇതിലിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ചീസ് കൂടെ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാസ്ത ഒരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. ഇതിലേക്ക് ഗാർണിഷിംഗ് ആയിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ മേളിലിട്ട് കൊടുക്കാം. നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഒരു വീക്കെൻഡ് വ്ലോഗ് ഞാൻ ഇതിലോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് വീക്കെൻഡ് പോയ വീഡിയോസാണ് ഷെയർ ചെയ്യുന്നത്. മംസാർ പാർക്കാണിത്. ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട്. 5 ദിറംസ് എൻട്രൻസ് ഫീസ് നമ്മൾ പേ ചെയ്തിട്ടാണ് അകത്തോട്ട് കയറേണ്ടത്. ഇത് അത്യാവശ്യം നല്ലൊരു വലിയ പാർക്കാണ്. നമ്മൾ പാർക്കിനകത്തോട്ട് കയറി നേരെ ബീച്ചിലേക്കാണ് പോയത്. ഇത് ബാർബിക്യൂ ചെയ്യുന്ന ഏരിയയാണ്. ആ മരത്തിൻ്റെ തണലിലിരുന്ന് ഓരോ ഫാമിലീസ് ബാർബിക്യൂ ചെയ്യുന്നത് കാണാം. ഫ്രൈഡേ ആയതുകൊണ്ട് ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. അവിടെ ഫുള്ളും ഒരു ബാർബിക്യൂവിൻ്റെ സ്മെല്ലായിരുന്നു. നേരെ കാണുന്നതാണ് മംസാർ ബീച്ച്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഒരു പ്ലസൻറ്റ് ക്ലൈമറ്റ്. ഒരുപാട് ചൂടുമല്ല തണുപ്പും അല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഏകദേശം ഒരു 4:30 മണിയായിട്ടുണ്ടാവും അപ്പോൾ. ബീച്ചിൽ പോയാൽ ഒരുപാട് എൻജോയ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളായിരിക്കും. അവർ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ വന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വെച്ചാൽ ഒരുപാട് തിരയില്ലാത്തൊരു ബീച്ചാണ്. നമുക്ക് അത്യാവശ്യം ഉള്ളിലോട്ട് പോവാം. നാട്ടിലാണെങ്കിൽ ഒരുപാട് തിര കാണും, പക്ഷേ ഇവിടെ തിര കുറവാണ്. നമുക്ക് കുറച്ചങ്ങ് ഉള്ളിലോട്ട് പോകാൻ പറ്റും.
ടൈം ഒരു 6:30 ആയിട്ടുണ്ട്. നമ്മളപ്പം ആ പാർക്ക് ഏരിയയിലോട്ട് വന്ന് അവിടെ കുറച്ച് നേരം ഇരുന്ന്. ഇതൊരു സർക്കിൾ ഷേപ്പിൽ ലെയറായിട്ടാണ് കാണുന്നത്. ഓരോ ലെയറിൽ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റും. നല്ലൊരു പ്ലസൻറ്റ് ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇരിക്കാനും നല്ല ഇതായിരുന്നു. നമുക്ക് നടുക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു ഏരിയ ഉണ്ട്. ഇപ്പോൾ ടൈം ഒരു 7 മണിയായി കാണും. ഞങ്ങൾ 7 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അല്ലൂനൊക്കെ ബീച്ചിൽ കുളിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു. ബാർബിക്യൂ നേഷനിലാണ് നമ്മൾ ഈ ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.